Hey guys, most of the aspirants today are learning a lot, especially through passive methods. വീഡിയോസ് കാണുക, എക്സ്പ്ലനേഷൻസ് കേൾക്കുക, കോൺസെപ്റ്റ്സ് ഒക്കെ നമുക്ക് ക്ലിയർ ആയി എന്ന് തോന്നും, ഡൗട്ട്സ് ഒക്കെ കുറഞ്ഞു വരും, പ്രിപ്പറേഷൻ ഓൺ ട്രാക്ക് ആണ് എന്നൊരു ഫീലിംഗ് കൂടി വരും. ബട്ട് ഹിയർ ഈസ് ദ കോർ പ്രോബ്ലം. ഫീലിംഗ് പ്രിപ്പയർഡ് ഇസ് നോട്ട് ദ സെയിം ആസ് ബീയിങ് പ്രിപ്പയർഡ്. പാസീവ് ലേണിങ്ങിൽ ഇൻഫർമേഷൻ ബ്രെയിനിലേക്ക് എൻ്റർ ചെയ്യും, ബട്ട് ബ്രെയിനിനെ ആക്റ്റീവ്ലി വർക്ക് ചെയ്യിപ്പിക്കുന്നില്ല എന്നുള്ളതാണ്. ദർ ഇസ് നോ റീകോൾ പ്രഷർ, ദർ ഇസ് നോ ഡിസിഷൻ മേക്കിംഗ്, നോ റെസിസ്റ്റൻസ് അറ്റ് ഓൾ. സയൻറ്റിഫിക്കലി പറഞ്ഞാൽ പാസീവ് ലേണിംഗ് കീപ്സ് ദ ബ്രെയിൻ ഇൻ എ ലോ എഫേർട്ട് മോഡ്. ബിക്കോസ് സ്ട്രഗിൾ ഇല്ല, ബ്രെയിൻ പഠനം നടക്കുന്നു എന്നൊരു കാര്യം അസ്യൂം ചെയ്യുകയും ചെയ്യും. ആൻഡ് കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻസ് ഡോണ്ട് റിവാർഡ് how much information you have consumed, they reward what you can retrieve, apply and execute under pressure. നമ്മളിവിടെ പറയുന്നത് ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ പ്ലാറ്റ്ഫോമിലൂടെയുള്ള പഠനത്തെക്കുറിച്ചല്ല, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ സ്റ്റൈലിനെ കുറിച്ചല്ല. ദിസ് ഈസ് ആക്ച്വലി അബൌട്ട് എ ലേണിംഗ് ബിഹേവിയർ, learning without involvement. In short, consuming more content makes you feel prepared, not actually prepared. ഈ പാസീവ് ലേണിംഗ് അഡിക്റ്റീവ് ആകുന്നത് ആക്സിഡൻ്റൽ ആയിട്ടല്ല. ദർ ഇസ് എ ക്ലിയർ റീസൺ ബിഹൈൻഡ് ഇറ്റ്. ഫോർ എക്സാമ്പിൾ, വെൻ യു വാച്ച് ആൻ എക്സ്പ്ലനേഷൻ ഓർ ലിസൺ ടു എ കോണ്ടന്റ്, ബ്രെയിനിൽ ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ളൊരു കംഫർട്ട് നമുക്ക് കിട്ടും. അതായത് നമുക്ക് കൺഫ്യൂഷൻ കുറഞ്ഞു, ആ കാര്യത്തെക്കുറിച്ചൊരു ക്ലാരിറ്റി നമുക്ക് കിട്ടി, ഈ കാര്യങ്ങളെല്ലാം ഞാൻ മനസ്സിലാക്കി എന്നൊരു സാറ്റിസ്ഫാക്ഷൻ ഫീലാണ് നമുക്ക് കിട്ടുക. സയൻറ്റിഫിക്കലി പറഞ്ഞാൽ ദിസ് ഈസ് ആക്ച്വലി ട്രിഗറിങ് എ ഷോർട്ട് ടേം റിവാർഡ് സിഗ്നൽ ഇൻ അവർ ബ്രെയിൻ. നമ്മുടെ ബ്രെയിൻ യഥാർത്ഥത്തിൽ പ്രിഫർ ചെയ്യുന്നതും അത്തരത്തിലുള്ള ആക്ടിവിറ്റീസ് ആണ്, വേർ ദി എഫേർട്ട് ഇസ് ലെസ് ആൻഡ് റിവാർഡ് ഇസ് ഫാസ്റ്റ്. അതുകൊണ്ട് തന്നെ ബ്രെയിൻ സ്ലോലി സ്റ്റാർട്ട് ചെയ്യുന്നത് ചില പ്രിഫറൻസുകൾ ബിൽഡ് ചെയ്യാനാണ്. സ്ട്രഗിൾ ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ലിസൺ ചെയ്യുക, റീകോൾ ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ വാച്ച് ചെയ്യുക, അല്ലെങ്കിൽ അറ്റംപ്റ്റ് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ കൺസ്യൂം ചെയ്യുക, ഇങ്ങനെയൊക്കെയുള്ള പ്രിഫറൻസസ് ബിൽഡ് ചെയ്യാനാണ് ബ്രെയിൻ ശ്രമിക്കുക. അങ്ങനെ പ്രിപ്പറേഷൻ എന്നത് ഒട്ടും തന്നെ എഫേർട്ട് ബേസ്ഡ് ആയ ഒരു പ്രോസസ്സ് അല്ലാതെയായി മാറും. സ്ലോലി ഇറ്റ് ബിക്കംസ് എ കംഫർട്ട് ബേസ്ഡ് ഹാബിറ്റ്. ഇവിടെയാണ് യഥാർത്ഥത്തിൽ അഡിക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. കാരണം എവറി ടൈം യു ഫീൽ സ്റ്റക്ക് ഓർ ആങ്ഷ്യസ്, ബ്രെയിൻ സജസ്റ്റ് ചെയ്യുക സെയിം സൊല്യൂഷൻ ആയിരിക്കും. അതായത് ഒരു വീഡിയോ കൂടി കാണാം, അല്ലെങ്കിൽ ഒരു കാര്യം കൂടി, ഒരു എക്സ്പ്ലനേഷൻ കൂടി ആ രീതിയിൽ കേൾക്കാം, ഇതാണ് ബ്രെയിൻ സജസ്റ്റ് ചെയ്യുക. സോ പാസീവ് ലേണിംഗ് എന്നുള്ളത് അഡിക്റ്റീവായി മാറും. അത് ഒരിക്കലും നിങ്ങൾ ലേസി ആയതുകൊണ്ടല്ല, ഇറ്റ് ഹാപ്പൻസ് ബിക്കോസ് ദ ബ്രെയിൻ ഇസ് ചൂസിങ് ദ ഈസിയസ്റ്റ് റിവാർഡ് പാത്ത്. ഈ ഒരു പാറ്റേൺ നമ്മൾ ഏർലി സ്റ്റേജിൽ ഐഡൻറ്റിഫൈ ചെയ്തില്ല എങ്കിൽ പ്രിപ്പറേഷൻ എന്നത് സാവധാനം ഈ ട്രെയിനിങ് മോഡിൽ നിന്നും ഒരു കൺസംഷൻ മോഡിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. പഠനമൊക്കെ ഉണ്ടാകും, സമയവും അത്തരത്തിൽ പോകും, ബട്ട് എക്സിക്യൂഷൻ റെഡി ആയിട്ടുള്ള ഒരു പ്രിപ്പറേഷൻ ഒരിക്കലും ഡെവലപ്പ് ആവുകയില്ല എന്നുള്ളതാണ്. ആൻഡ് സി ഫീലിംഗ് ക്ലിയർ എന്നുള്ളത് പ്രിപ്പറേഷനിലുള്ള ഒരു കോമൺ ഇല്യൂഷനാണ്. എസ്പെഷ്യലി പാസീവ് ലേണിംഗ് കഴിഞ്ഞാൽ ഇത് വളരെ സ്ട്രോങ് ആയിട്ട് വരും. അതായത് നമ്മളൊരു എക്സ്പ്ലനേഷൻ കേട്ട് കഴിഞ്ഞാൽ കോൺസെപ്റ്റ് മനസ്സിലായി, ചില എക്സാമ്പിൾസ് ഒക്കെ നമ്മൾ വർക്കൗട്ട് ചെയ്തു, അപ്പോൾ നാച്ചുറലി ബ്രെയിൻ പറയുന്നത് ഇപ്പോൾ ഞാൻ റെഡിയാണ് എന്ന രീതിയിലാണ്. ബട്ട് ക്ലാരിറ്റി ആൻഡ് റെഡിനെസ് ആർ ടു ഡിഫറെൻറ്റ് തിങ്സ്. ക്ലാരിറ്റി എന്നത് ഇൻഫർമേഷൻ മനസ്സിലായി, നമുക്ക് ആ ലോജിക്ക് കണക്റ്റായി, കൺഫ്യൂഷൻ ഇല്ല എന്നൊരു ബോധ്യമാണ്. എക്സിക്യൂഷൻ റെഡി പ്രിപ്പറേഷൻ എന്നുള്ളത് ദാറ്റ് ആക്ച്വലി മീൻ സംതിങ് എൽസ്. എക്സിക്യൂഷൻ റെഡി പ്രിപ്പറേഷനിലുള്ളത് സ്പെഷ്യലായിട്ടുള്ള പ്രോംപ്റ്റുകളില്ലാതെ, എക്സ്പ്ലനേഷൻസ് ഇല്ലാതെ, ക്യൂസ് ഇല്ലാതെ, ടൈം പ്രഷറിൽ നിങ്ങൾക്ക് ഇൻഫർമേഷൻ റിട്രീവ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ, ആ ഇൻഫർമേഷൻ അനലൈസ് ചെയ്ത് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നുണ്ടോ, ഇതൊക്കെയാണ്. കുറച്ചുകൂടി സയൻറ്റിഫിക് ആയിട്ട് പറഞ്ഞാൽ ക്ലാരിറ്റി എന്നത് ഒരു റെക്കഗ്നിഷൻ ബേസ്ഡ് ആയിട്ടുള്ള സ്റ്റേറ്റ് ആണ്, വെറസ് എക്സിക്യൂഷൻ റെഡിനെസ് എന്നുള്ളത് ഒരു റീകോൾ ബേസ്ഡ് ആയിട്ടുള്ള സ്കില്ലാണ്. അതായത് പാസീവ് ലേണിംഗ് പോലെയുള്ള ആ ഒരു റെക്കഗ്നിഷൻ സ്റ്റേറ്റിൽ ബ്രെയിനിന് ക്യൂസ് ഉണ്ട്, എക്സ്പ്ലനേഷൻസ് ഉണ്ട്, ഓപ്ഷൻസും ഹിൻസും ഒക്കെ ഉണ്ട്. റീകോൾ സമയത്ത് ക്യൂസ് ഇല്ല, ബ്രെയിൻ തന്നെയാണ് ആ ഇൻഫർമേഷൻ പുൾ ചെയ്യേണ്ടത്. അതുകൊണ്ട് തന്നെയാണ് ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഈ കോൺസെപ്റ്റുകൾ ക്ലിയർ ആയി തോന്നും, എന്നാൽ ക്വസ്റ്റ്യൻ പേപ്പർ തുറക്കുമ്പോൾ അത് അപ്ലൈ ചെയ്യാൻ സാധിക്കാതെ മൈൻഡ് അത്തരത്തിൽ ബ്ലാങ്ക് ആയി പോകുന്നത്. എസ്പെഷ്യലി നിങ്ങൾക്കിത് പ്രാക്ടിക്കലി റിലേറ്റ് ചെയ്യാൻ സാധിക്കുക ഈ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് പോലെയുള്ള റീജൻസിലൊക്കെയാണ്. കാരണം നിങ്ങൾക്ക് കോൺസെപ്റ്റ് വളരെ വ്യക്തമായിട്ട് അറിയാം, അതുമായി ബന്ധപ്പെട്ട എക്സാമ്പിൾസ് നിങ്ങൾ വർക്കൗട്ട് ചെയ്തിട്ടുണ്ട്. എങ്കിലും എക്സാമിനേഷൻ സമയത്ത് നിങ്ങൾ ആകെ ബ്ലൈൻഡ് ആയി പോകും, നിങ്ങൾക്ക് ഒരിക്കലും അത് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കില്ല. ഇത്തരത്തിലുള്ള സാഹചര്യം നിങ്ങൾ ഫേസ് ചെയ്തിട്ടുണ്ട് എങ്കിൽ പ്ലീസ് ലെറ്റ് മീ നോ ഇൻ ദ കമന്റ് സെക്ഷൻ, ബിക്കോസ് വളരെ കോമൺ ആയിട്ടുള്ളൊരു കാര്യമാണത്. സോ പാസീവ് ലേണിംഗ് നമ്മൾക്ക് ക്ലാരിറ്റി തരും, പക്ഷേ ഒരിക്കലും എക്സിക്യൂഷൻ റെഡി പ്രിപ്പറേഷൻ ബിൽഡ് ചെയ്യാൻ അത് സഹായിക്കുകയില്ല എന്നുള്ളതാണ്. ആൻഡ് ദാറ്റ്സ് വൈ ഫീലിംഗ് ക്ലിയർ ഇസ് നോട്ട് എ റിലയബിൾ ഇൻഡിക്കേറ്റർ ഓഫ് റെഡിനെസ്. ഇനി പാസീവ് ലേണിംഗിൻ്റെ ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു സൈഡ് എഫക്റ്റ് എന്ന് പറയുന്നത് ഡിപ്പെൻഡൻസിയാണ്. അതായത് ലേണിംഗ് ഹാബിറ്റ് പാസീവായി മാറിക്കഴിയുമ്പോൾ എക്സ്പ്ലനേഷൻ നമ്മൾക്ക് ഇല്ലാത്ത ഒരു മൊമെൻ്റ് അല്ലെങ്കിൽ ഒരു സിറ്റുവേഷൻ നമ്മൾക്ക് വന്നാൽ ബ്രെയിൻ ഉടനെ വെയിറ്റ് ചെയ്യുക, ആരെങ്കിലും ഈ കാര്യങ്ങളൊന്ന് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് തരുമോ എന്നൊരു സിറ്റുവേഷനിലാണ്, അല്ലെങ്കിൽ ആ ഒരു രീതിയിലാണ്. ഇവിടെ വളരെ പ്രാക്ടിക്കലായിട്ടുള്ളൊരു സിറ്റുവേഷൻ തന്നെ നമ്മൾക്ക് കൺസിഡർ ചെയ്യാം. നമ്മൾ ഒരു ഡിഗ്രി ലെവൽ എക്സാമിനേഷനൊക്കെ പ്രിപ്പറേഷൻ ചെയ്യുമ്പോൾ 10th ലെവലിൽ പോലുമുള്ള SCERT NCERT ലെസൺസ് ഒക്കെ റെഫറൻസിന് വേണ്ടി ഉപയോഗിക്കാറുണ്ട്. വ്യക്തമായിട്ട് നമ്മൾക്കറിയാം നമ്മൾക്ക് ഈ പാഠഭാഗങ്ങൾ വായിച്ച് അത് സ്വയം അനലൈസ് ചെയ്ത് മനസ്സിലാക്കാനുള്ള ഒരു കേപ്പബിലിറ്റി ഉണ്ട് എന്നുള്ളൊരു കാര്യം.
സ്റ്റിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യും ഈ കാര്യങ്ങൾ ആരെങ്കിലും വളരെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി സിംപ്ലിഫൈ ചെയ്ത് അത്തരത്തിൽ എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിരുന്നുവെങ്കിൽ. ഇതെന്തുകൊണ്ടാണ്? ആക്ച്വലി ആ പ്രോബ്ലം വരുന്നത് ആ കോൺസെപ്റ്റ് ഡിഫിക്കൽട്ട് ആയതുകൊണ്ടല്ല, മറിച്ച് പ്രോബ്ലം നമ്മുടെ ഹാബിറ്റാണ്. ഈ എക്സ്പ്ലനേഷൻ ബേസ്ഡ് ലേണിംഗ് എന്നത് എക്സ്പെക്ട് ചെയ്യുന്ന രീതിയിൽ നമ്മുടെ ബ്രെയിൻ ട്രെയിൻ ആയതുകൊണ്ടാണ്. സോ അങ്ങനെ സ്ലോലി ഈ ലേണിംഗ് എന്നുള്ളത് ഒരു ഇൻപുട്ട് ഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ള പ്രോസസ്സായിട്ട് മാറും. അതായത് എക്സ്പ്ലനേഷൻ കിട്ടിയാൽ മാത്രം നമ്മൾക്ക് കോൺഫിഡൻസ് വരും. പക്ഷേ ഓർക്കുക, കോമ്പറ്റീവ് എക്സാമിനേഷൻസ് എന്നുള്ളത് അത്തരത്തിൽ എക്സ്പ്ലനേഷൻസ് നമ്മൾക്ക് കിട്ടുന്ന, ഹിൻസ് കിട്ടുന്ന, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സപ്പോർട്ട് സിസ്റ്റം കിട്ടുന്ന ഒരു പ്രോസസ് അല്ല. നമ്മളൊരു എക്സാമിനേഷൻ ഫേസ് ചെയ്യുമ്പോൾ യു ആർ ആക്ച്വലി എക്സ്പെക്റ്റഡ് ടു അനലൈസ് ദ ക്വസ്റ്റ്യൻ, ഡിസൈഡ് ദി അപ്രോച്ച്, അപ്ലൈ ദ കോൺസെപ്റ്റ്സ് ആൻഡ് എക്സിക്യൂട്ട് ഇറ്റ് ഇൻഡിപെൻഡൻ്റ്ലി. എക്സാക്ട്ലി ഇവിടെ തന്നെയാണ് ഈ ഡിപ്പെൻഡൻസി എന്നൊരു കാര്യം എക്സ്പോസ്ഡ് ആവുന്നത്. അതുകൊണ്ട് തന്നെയാണ് പല ആസ്പിരൻസും പറയുന്നത് പ്രിപ്പറേഷൻ സമയത്ത് എല്ലാ കാര്യങ്ങളും വളരെ ക്ലിയർ ആയിരുന്നു, ബട്ട് എക്സാമിനേഷൻ ഹാളിൽ ഒന്നും ചെയ്യാനായിട്ട് പറ്റിയില്ല എന്നൊരു കാര്യം. ക്വസ്റ്റ്യൻസ് ഡിഫറൻ്റ് ആയതുകൊണ്ടോ അത്രയധികം ഡിഫിക്കൽട്ട് ആയതുകൊണ്ടോ അല്ല, സപ്പോർട്ട് സിസ്റ്റം സഡൻലി ആബ്സെൻ്റ് ആയതുകൊണ്ടാണ്. ഓർക്കുക, ഇപ്പോഴുള്ള എക്സാമിനേഷൻസിൻ്റെ ഒരു നേച്ചർ എന്ന് പറയുന്നത് ദാറ്റ് ആക്ച്വലി റിവാർഡ്സ് അനലിറ്റിക്കൽ തിങ്കിങ്, ഡിസിഷൻ മേക്കിംഗ് ആൻഡ് ആപ്ലിക്കേഷൻ അണ്ടർ പ്രഷർ. ഡിപ്പെൻഡൻസി എന്നുള്ളത് ഇതിനൊക്കെ എതിരായിട്ടുള്ള വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു ഡിസഡ്വാൻറ്റേജ് ആണ് എന്ന് മനസ്സിലാക്കുക. അതുപോലെ ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ളൊരു കാര്യമാണ് ഈ പാസീവ് ലേണിംഗുമായി ബന്ധപ്പെട്ട് ഈ എക്സിക്യൂഷൻ ഫെയിൽ ആവുന്നത് നിങ്ങൾക്ക് ഒരിക്കലും ആ ഒരു സമയത്ത് കാണാൻ സാധിക്കില്ല. പ്രിപ്പറേഷൻ ചെയ്യുന്ന സമയത്ത് എല്ലാം സ്മൂത്ത് ആയിട്ടാണ് നമുക്ക് തോന്നുക. കാരണം ഈ പാസീവ് മെത്തേഡ്സ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഈ എക്സ്പ്ലനേഷൻസ് ഒക്കെ കാണുന്നു, വീഡിയോസ് കാണുന്നു, കോൺസെപ്റ്റ് ഒക്കെ ക്ലിയർ ആയി എന്നൊരു ബോധ്യം നമ്മൾക്കുണ്ടാകും. ബട്ട് എക്സിക്യൂഷനെ മെഷർ ചെയ്യുന്ന ഒരു സിഗ്നലും അവിടെ ഉണ്ടാവുകയില്ല എന്നുള്ളതാണ്. കാരണം ഒരു സപ്പോർട്ട് ഇല്ലാതെ നമ്മൾ ഇൻഫർമേഷൻ റിട്രീവ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നില്ല. ടൈം പ്രഷർ എന്നൊരു കാര്യം നമ്മൾ അത്തരത്തിൽ ടെസ്റ്റ് ചെയ്യുന്നില്ല. സിംപ്ലി യു ആർ നോട്ട് എക്സ്പോസിങ് യുവർ മിസ്റ്റേക്സ്. അതുകൊണ്ട് തന്നെ ഒരു അലാം അല്ലെങ്കിൽ ഒരു വിസിബിൾ സിഗ്നലും ഇല്ലാതെ പ്രിപ്പറേഷൻ ആ രീതിയിൽ കണ്ടിന്യൂ ചെയ്ത് പോകും. ബട്ട് എക്സാമിനേഷൻ ഹാളിൽ അത് സഡൻലി കൊളാപ്സ് ആവും. അതുകൊണ്ടാണ് നമ്മൾ വളരെ കോമൺ ആയിട്ട് കേൾക്കുന്ന ഒരു കാര്യമാണ് ആസ്പിരൻസിനിടയിൽ, അതായത് പ്രിപ്പറേഷൻ സമയത്ത് എല്ലാം ഓക്കെ ആയിരുന്നു, ബട്ട് എക്സാമിനേഷൻ ടൈമിൽ ഒന്നും തന്നെ വർക്കൗട്ട് ആയില്ല എന്നൊരു കാര്യം. ആക്ച്വലി നത്തിങ് ഫെയിൽഡ് സഡൻലി, എക്സിക്യൂഷൻ വാസ് ഫെയിലിംഗ് സൈലൻ്റ്ലി ഫോർ എ ലോങ് ടൈം. ഇവിടെയാണ് വലിയൊരു മിസ്കോൺസെപ്ഷൻ നമ്മൾ ബ്രേക്ക് ചെയ്യേണ്ടത്. പ്രോബ്ലം എന്ന് പറയുന്നത് ലേണിംഗ് അല്ല, പ്രോബ്ലം ലേണിംഗ് സ്റ്റൈലിലാണ്. മോസ്റ്റ് ആസ്പിരൻസ് ആക്ച്വലി ലേൺ എ ലോട്ട്. എസ്പെഷ്യലി ഈ ഒരു കാലഘട്ടത്തിൽ ലേണിംഗ് റിസോഴ്സസ് എന്നുള്ളത് വളരെ അൺലിമിറ്റഡ് ആണെന്ന് നമുക്ക് പറയാം. യൂട്യൂബ് വീഡിയോസ്, ഡിഫറെൻറ്റ് പ്ലാറ്റ്ഫോമിലുള്ള ക്ലാസ്സസ്, അവേഴ്സ് ലോങ് ലൈവ് സെഷൻസ്, റെക്കോർഡിങ്സ്, എക്സ്പ്ലനേഷൻസ്, അങ്ങനെ കൺസ്യൂം ചെയ്യാനുള്ള കോണ്ടന്റ് എന്ന് പറയുന്നത് റിയലി ഇൻഫിനിറ്റ് ആണ്. ബട്ട് ഒരു മൊമെൻ്റ് ഒന്ന് പോസ് ചെയ്ത് നിങ്ങളൊന്ന് ആലോചിക്കുക, ഇത്തരത്തിലുള്ള പ്രിപ്പറേഷനിൽ നിങ്ങളുടെ ഇൻവോൾവ്മെൻറ്റ് എത്രമാത്രമാണ്? ഡിസിഷൻ മേക്കിംഗ്, സ്ട്രഗിൾ, എഫേർട്ട്ഫുൾ തിങ്കിങ്, ഇതൊന്നും തന്നെ ആ പ്രിപ്പറേഷൻ്റെ ഭാഗമായിട്ടുണ്ടാവുകയില്ല. പാസീവ് ലേണിംഗിൽ യഥാർത്ഥത്തിൽ ബ്രെയിൻ എന്ന് പറയുന്ന ഒരു സ്പെക്ടേറ്റർ പോലെയാണ്. ഇൻഫർമേഷൻ ഫ്ലോ ഉണ്ടാകും, ബട്ട് ആക്റ്റീവ് തിങ്കിങ് ഒരിക്കലും ഫോഴ്സ് ചെയ്യപ്പെടുകയില്ല. ബട്ട് കോമ്പറ്റീറ്റീവ് എക്സാമിനേഷൻ്റെ ഒരു സിനാരിയോ എന്ന് പറയുന്നത് ദാറ്റ് ആക്ച്വലി ഡിമാൻഡ്സ് ആക്റ്റീവ് ഇൻവോൾവ്മെന്റ് ഇൻ പ്രിപ്പറേഷൻ. ക്വസ്റ്റ്യൻസ് സ്വയം അറ്റംപ്റ്റ് ചെയ്യുക, ഇനി ആൻസേഴ്സ് റോങ് ആകുന്ന സാഹചര്യം വരുമ്പോൾ വൈ ദാറ്റ് വാസ് റോങ് എന്നൊരു കാര്യം സ്വയം അനലൈസ് ചെയ്യുക, കൺഫ്യൂഷൻ ടോളറേറ്റ് ചെയ്ത് ആ സൊല്യൂഷൻ കണ്ടെത്താനുള്ള ആ ഒരു പേഷ്യൻസ് ബിൽഡ് ചെയ്യുക, എക്സ്പ്ലനേഷൻ കിട്ടുന്നതിന് മുൻപ് ബ്രെയിനിനെ വർക്ക് ചെയ്യിക്കുക, അതിനെ ഫോഴ്സ് ചെയ്യിക്കുക എന്നുള്ളതാണ്. ഇവിടെയാണ് റിയൽ ലേണിംഗ് നടക്കുന്നത്. സയൻറ്റിഫിക്കലി പറഞ്ഞാൽ ഈ ലോ ഇൻവോൾവ്മെൻറ്റ് ലേണിംഗ് എന്ന് പറയുന്നത് ഒരു ഫെമിലിയാരിറ്റി മാത്രമാണ് നമുക്ക് ക്രിയേറ്റ് ചെയ്യുക. ബട്ട് ഹൈ ഇൻവോൾവ്മെൻറ്റ് ലേണിംഗ് എന്നുള്ളത് കേപ്പബിലിറ്റി ബിൽഡ് ചെയ്യാനാണ് നമ്മളെ സഹായിക്കുക. ആ കേപ്പബിലിറ്റിയാണ് നമ്മൾക്ക് എക്സാമിനേഷൻ എഴുതുമ്പോൾ വേണ്ടത് എന്നൊരു കാര്യം ഓർക്കുക. ഈ ഒരേ ഒരു കാര്യം കൊണ്ടാണ് പ്രിപ്പറേഷൻ സമയത്ത് എല്ലാം അറിയാം എന്നൊരു ഫീലിംഗ് ഉണ്ടാകുന്നതും എക്സാമിനേഷൻ ഹാളിൽ എന്ത് ചെയ്യണം എന്ന് പോലും അറിയാതെ അത്തരത്തിൽ ഒരു സ്റ്റേറ്റ് വരുന്നതും. കാരണം എന്താണ്? ലേണിംഗ് നടന്നിട്ടുണ്ട്, ബട്ട് ഇൻവോൾവ്മെന്റ് ഉണ്ടായിരുന്നില്ല. സോ അതുകൊണ്ട് തന്നെ എക്സിക്യൂഷനിൽ അത്തരത്തിൽ ട്രെയിൻഡ് അല്ല എന്നുള്ളതാണ്. ഞാൻ മുൻപ് സൂചിപ്പിച്ചതുപോലെ തന്നെ നമ്മുടെ കോമ്പറ്റീറ്റീവ് എക്സാമിനേഷൻ റിവാർഡ് ചെയ്യുന്ന ഒരു ഫാക്ടർ എന്ന് പറയുന്നത് നിങ്ങൾക്ക് വളരെ ഇൻഡിപെൻഡൻ്റ് ആയി ആലോചിച്ചുകൊണ്ട് ഡിസൈഡ് ചെയ്തുകൊണ്ട് നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നുണ്ടോ എന്നുള്ളതാണ്. ആ ഇൻഡിപെൻഡൻ്റ് ആയി എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻസ് ഉള്ളൊരു കാര്യമാണ്. ആൻഡ് ദാറ്റ് ഇൻഡിപെൻഡൻസ് പാസീവ് ലേണിംഗിൽ ഒരിക്കലും കിട്ടില്ല എന്നുള്ളതാണ്. സോ നമ്മൾ മനസ്സിലാക്കി പാസീവ് ലേണിംഗ് ഈ രീതിയിലാണ് നമ്മുടെ പഠനത്തെ ബാധിക്കുക എന്നുള്ളത്. സോ പാസീവ് ലേണിംഗ് നിർത്തിയാൽ മാത്രം പോരാ, പകരം അതിനെ എന്ത് വെച്ച് റീപ്ലേസ് ചെയ്യണം എന്നൊരു കാര്യം കൂടി നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. ആൻഡ് ദാറ്റ് റീപ്ലേസ്മെന്റ് ഈസ് ആക്റ്റീവ് ഇൻവോൾവ്ഡ് പ്രിപ്പറേഷൻ. അത് സെൽഫ് സ്റ്റഡി എന്നുള്ളത് സിംപ്ലി ഒറ്റയ്ക്ക് പഠിക്കുക എന്നുള്ളത് മാത്രമല്ല, ഇറ്റ് മീൻസ് യുവർ ബ്രെയിൻ ഇസ് ഡൂയിങ് ദറ്റ് വർക്ക്. ഫോർ എക്സാമ്പിൾ, നമ്മളൊരു കോൺസെപ്റ്റ് വായിക്കുമ്പോൾ അല്ലെങ്കിൽ പഠിക്കുമ്പോൾ ഈ കാര്യം എനിക്ക് തന്നെ എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിക്കുമോ? ഇങ്ങനെ ഒരു കാര്യം നിങ്ങൾ ചിന്തിക്കുക. ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ സോൾവ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ആ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ സ്റ്റക്കായി, എന്തുകൊണ്ട് സ്റ്റക്കായി എന്നൊരു കാര്യം ചെക്ക് ചെയ്യുക. ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യന് ആൻസർ കണ്ടെത്താൻ സാധിക്കാതെ വരുമ്പോൾ ഇതൊരു നോളജ് പ്രോബ്ലം ആണോ അല്ലെങ്കിൽ എക്സിക്യൂഷനിൽ വന്നിട്ടുള്ള ഒരു മിസ്റ്റേക്ക് ആണോ? ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്. ഇതാണ് യഥാർത്ഥത്തിൽ ഇൻവോൾവ്മെന്റ് എന്നുള്ളത്. ഞാൻ പറഞ്ഞു വരുന്നത്, ഇപ്പോൾ ഈ അവേഴ്സ് ലോങ് വീഡിയോസ്, ലോങ് എക്സ്പ്ലനേഷൻസ്, കണ്ടിന്യൂസ് ആയിട്ടുള്ള ക്ലാസ്സുകൾ, ഇവയിൽ ഒരുപാട് പ്രോബ്ലം ഉണ്ട് എന്നുള്ളതല്ല. പ്രോബ്ലം വരുന്നത്
ഇവ പ്രിപ്പറേഷൻ്റെ ഒരു മെയിൻ മോഡായിട്ട് മാറുമ്പോഴാണ്, അല്ലെങ്കിൽ ആ കാര്യങ്ങളിൽ നിങ്ങൾ ഓവറായിട്ട് ഡിപ്പെൻഡൻ്റ് ആവുമ്പോഴാണ്. കാരണം ഈ പ്രിപ്പറേഷൻ്റെ ഫൈനൽ പ്രൊഡക്റ്റ് എന്നുള്ളത് നിങ്ങൾ ആ വീഡിയോസ് കാണുമ്പോഴോ അല്ലെങ്കിൽ എക്സ്പ്ലനേഷൻസ് കേൾക്കുമ്പോഴോ കിട്ടുന്ന ഒരു കാര്യമല്ല. ഫൈനൽ പ്രൊഡക്റ്റ് വരുന്നത് എക്സാമിനേഷൻ ഹാളിലാണ്. അവിടെ ടൈം പ്രഷറുണ്ട്, എക്സ്പ്ലനേഷൻസ് ഇല്ല, ഹിൻസ് ഇല്ല. നിങ്ങൾ പഠിച്ച കാര്യങ്ങളെല്ലാം തന്നെ റിട്രീവ് ചെയ്യാനും അപ്ലൈ ചെയ്യാനും എക്സിക്യൂട്ട് ചെയ്യാനും നിങ്ങൾക്ക് കഴിയണം, ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ചെയ്യാൻ സാധിക്കണം എന്നുള്ളതാണ്. അങ്ങനെയാണ് നമ്മൾക്ക് റിസൾട്ട്സ് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കുക. അതല്ല എങ്കിൽ നിങ്ങളുടെ പ്രിപ്പറേഷൻ മുഴുവനായിട്ട് നിങ്ങൾ ഈ പാസീവ് ലേണിംഗ് മെത്തേഡ്സിലാണ് ബിൽഡ് ചെയ്യുന്നതെങ്കിൽ എക്സാമിനേഷൻ ഹാളിൽ ഇത് പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കാതെ വളരെ അബ്സല്യൂട്ട് ആയിട്ടുള്ള ഒരു ഡിസാസ്റ്ററിലേക്ക് നിങ്ങൾ എത്തും എന്നുള്ളതാണ്. സോ പ്രിപ്പറേഷനിൽ വരുത്തേണ്ട ഒരു ഷിഫ്റ്റ് എന്ന് പറയുന്നത് someone ടീച്ചിങ് മീ എന്നൊരു കാര്യത്തിൽ നിന്നും ഐ ആം തിങ്കിങ്, ഐ ആം അറ്റംപ്റ്റിംഗ്, ഐ ആം കറക്റ്റിംഗ് മൈ മിസ്റ്റേക്സ്, ഐ ആം ഇംപ്രൂവിങ്, ഈ ഒരു രീതിയിലേക്ക് നിങ്ങൾ മാറണം എന്നുള്ളതാണ്. ബിക്കോസ് ഫൈനലി ഇൻ ദി എക്സാമിനേഷൻ ഹാൾ ദർ ഇസ് നോ വീഡിയോ, നോ എക്സ്പ്ലനേഷൻസ്, നോ ഗൈഡൻസ് വാട്ട്സോഎവർ. ദർ ഇസ് ഓൺലി യു, ദ ക്വസ്റ്റ്യൻ പേപ്പർ ആൻഡ് യുവർ എക്സിക്യൂഷൻ. ആൻഡ് ഇൻ ഷോർട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുള്ളൊരു കാര്യം, കോമ്പറ്റേറ്റീവ് എക്സാം പ്രിപ്പറേഷനിൽ ലേണിംഗ് എന്നുള്ളത് ഒരു ഇൻപുട്ട് മാത്രമാണ്. എക്സിക്യൂഷനിലാണ് നമുക്ക് ഫൈനൽ ഔട്ട്പുട്ട് ലഭിക്കുന്നത്. നിങ്ങൾ എന്തൊക്കെ പഠിച്ചു എന്നുള്ളത് മാത്രമല്ല എക്സാമിനേഷൻ ഡിസൈഡ് ചെയ്യുന്നത്. പഠിച്ചതെല്ലാം ഞാൻ മുൻപ് സൂചിപ്പിച്ചതുപോലെ തന്നെ എക്സാമിനേഷൻ ഹാളിൽ പ്രൊഡ്യൂസ് ചെയ്യാൻ നമുക്ക് സാധിക്കണം, അത് അപ്ലൈ ചെയ്യാൻ സാധിക്കണം, ടൈം പ്രഷറിൽ അത് നമുക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കണം, അത് ഹാൻഡിൽ ചെയ്യാനായിട്ട് സാധിക്കണം. ഇതൊക്കെയാണ് റിസൾട്ടിനെ ഡിസൈഡ് ചെയ്യുന്നത്. ഇത് പാസീവ് ലേണിംഗ് കഴിഞ്ഞ് ജസ്റ്റ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് മാത്രം പ്രാക്ടീസ് ചെയ്താൽ കിട്ടുന്ന ഒരു കാര്യമല്ല. മറിച്ച് നമ്മുടെ പഠനത്തിൻ്റെ ആ ഒരു സാഹചര്യത്തിൽ തന്നെ അല്ലെങ്കിൽ പഠനത്തിൻ്റെ ഘട്ടത്തിൽ തന്നെ നമ്മുടെ പ്രിപ്പറേഷനിൽ തന്നെ കൊണ്ടുവരേണ്ട ഒരു എക്സിക്യൂഷൻ റെഡി ആയിട്ടുള്ള ലേണിംഗ് ഹാബിറ്റാണ്. സോ പാസീവ് ലേണിങ്ങിനെ റീപ്ലേസ് ചെയ്യേണ്ടത് എക്സിക്യൂഷൻ റെഡി പ്രിപ്പറേഷൻ കൊണ്ടാണ്. നിങ്ങളുടെ പഠനത്തിൻ്റെ ശൈലിയിൽ ഇത് നിങ്ങൾക്ക് റിലേറ്റബിൾ ആയിട്ട് തോന്നിയിട്ടുണ്ട് എങ്കിൽ, അതായത് ഇതാണ് ഞാൻ ചെയ്തുകൊണ്ടിരുന്ന ഒരു കാര്യം എന്ന് തോന്നിയിട്ടുണ്ട് എങ്കിൽ പ്ലീസ് ലെറ്റ് മീ നോ ഇൻ ദ കോമൻറ്റ് സെക്ഷൻ. കാരണം ഈ അവയർനെസ് എന്ന് പറയുന്നത് തന്നെയാണ് ആദ്യത്തെ കറക്ഷൻ എന്ന് പറയുന്നത്. അത് വളരെ ഓണസ്റ്റ് ആയിട്ട് നമ്മൾ ചെയ്യുകയും വേണം. സോ ഡെഫിനറ്റ്ലി വിൽ കണ്ടിന്യൂ വിത്ത് ദ സീരീസ്. മറ്റുള്ള വീഡിയോസ് നമ്മുടെ പ്ലേലിസ്റ്റിൽ ഓൾറെഡി അവൈലബിൾ ആണ്. ട്രൈ ടു വാച്ച് ദം ഇൻ എ സീക്വൻസ്. സോ താങ്ക് യു സോ മച്ച് ഗൈസ് ഫോർ വാച്ചിങ് ദിസ് പർട്ടിക്കുലർ വീഡിയോ. ആൻഡ് ഇഫ് ദിസ് ഇസ് യുവർ ഫസ്റ്റ് ടൈം ഹിയർ, then please make sure to subscribe. So I'll see you guys in the next one.